അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ കൂട്ടുകാരെ, രക്ഷിതാക്കളെ, മുസ്തഫ അഫി എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് 7ാം തരത്തിലേക്ക് ഈ വർഷം മുതൽ തയ്യാറാക്കിയ ഉപപാഠ പുസ്തകത്തിന്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് വായിക്കുന്നത്. ഇതിൽ പ്രത്യേകം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് പാദവാർഷിക പരീക്ഷയ്ക്ക് 4 പാഠങ്ങളാണ് തീർക്കേണ്ടത്. ആ 4 പാഠത്തിൽ ഓരോ വർക്കുകളുണ്ട്. ഓരോ പാഠത്തിന്റെയും വർക്കിന് 10 മാർക്കാണ് ഉസ്താദ് ഇട്ട് കൊടുക്കുന്നത്. 4 പാഠത്തിനും കിട്ടുന്ന ടോട്ടൽ മാർക്കിനെ 4 കൊണ്ട് ഹരിച്ചിട്ട് അതിനെയാണ് എന്തിലേക്ക് ചേർക്കുക? ദുറൂസിലേക്ക് ചേർക്കുക. ഉദാഹരണമായി 4 പാഠത്തിനും കൂടെ കിട്ടുന്ന 32 മാർക്കാണ് കുട്ടിക്ക് ലഭിക്കുന്നതെങ്കിൽ അതിനെ 4 കൊണ്ട് ഹരിച്ചാൽ 8 കിട്ടും. അപ്പൊ 8 മാർക്ക് ദുറൂസിന്റെ മാർക്കിലേക്ക് ആഡ് ചെയ്യുക. അങ്ങനെയാണ്. അപ്പൊ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ പാഠത്തിന്റെയും വർക്ക് ചെയ്ത് ഉസ്താദിനെ കാണിച്ചും മാർക്ക് വാങ്ങുക എന്നുള്ളതാണ്. ഇനി നമുക്കൊന്ന് വായിക്കാം. നമ്മുടെ പ്രകൃതിയിലെ സമയനിഷ്ഠ എന്നാണ് പാഠത്തിൽ പറയുന്ന വിഷയം. ഇതിൽ പറയുന്നത് സമയത്തിന്റെ പ്രാധാന്യത്തെ. അല്ലാഹു തആല ഭൂമിയെ ആകാശത്തേക്ക് പഠിച്ചു. അതിനൊക്കെ കൃത്യമായ സമയത്തിലാണ് അത് ചലിക്കുന്നത്. കൃത്യസമയത്ത് രാത്രിയാകുന്നു, കൃത്യസമയത്ത് പകലാകുന്നു. മഴ പെയ്യുമ്പോൾ മറ്റൊരു സീസണിൽ മഴ പെയ്യുന്നില്ല. കൃത്യമായി വേനൽക്കാലം വരുന്നു, മഴക്കാലം വരുന്നു. അതുപോലെ തന്നെ രാത്രിയാകുന്നു, നേരം വെളുക്കുന്നു. ഉമ്മയുടെ ഗർഭപാത്രത്തിലെ കുഞ്ഞിന് 9 മാസം 10 ദിവസം കഴിഞ്ഞാൽ അത് പ്രസവിക്കുന്നു. അതിൽ സമയം കൂടിയാലും കുറഞ്ഞാലും പ്രശ്നം. അതുപോലെ കുട്ടിയുടെ വളർച്ച ഓരോ ഘട്ടത്തിലും ഓരോ കൃത്യമായ വളർച്ചയാണ്. ആ വളർച്ചയ്ക്കെതിരെ വന്നാൽ അവിടെയും പ്രശ്നം. ചുരുക്കത്തിൽ നമ്മുടെ പ്രകൃതി തന്നെ കൃത്യ സമയം കൊണ്ടാണ് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് സമയം കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. ഓരോ പാഠങ്ങളും അതിൻ്റെ സമയത്ത് പഠിച്ചിട്ടില്ലെങ്കിൽ പരീക്ഷയ്ക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സമയത്തിന്റെ വില മനസ്സിലാക്കി സമയം നഷ്ടപ്പെടുത്താതെ ആ കൃത്യസമയത്ത് തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കൊന്ന് വായിക്കാം. എന്തൊരു അച്ചടക്കമാണ് നമ്മുടെ ഭൂമിക്ക്! എപ്പോഴും കൃത്യമായി ഉണരുന്നു, കൃത്യമായി ഉറങ്ങുന്നു. ഇരുട്ടും വെളിച്ചവും മാറി മാറി വരുന്നു. ഒരിടത്ത് പകലാകുമ്പോൾ മറ്റിടത്ത് രാത്രിയാവുന്നു. ഒരിക്കൽ മഴ പെയ്യുമ്പോൾ മറ്റൊരു സീസണിൽ വേനൽ ചൂടുണ്ടാവുന്നു. നമുക്കുള്ളതിനേക്കാൾ മികച്ച ക്രമവും ചിട്ടയുമാണ് ഭൂമിയിൽ നമ്മുടെ വാസലോകത്ത് കാണാറുള്ളത്. ഒരു രാത്രി നേരം വെളുക്കാൻ വൈകിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നാം പരിഭ്രാന്തരാവും. രാത്രി ആവാതിരുന്നാലും ഇത് തന്നെയാണ് കാര്യം. നമ്മുടെ ജീവിതം അവതാളത്തിലാവും. മഴക്കാലം സമയം തെറ്റി വന്നാലും വേനൽക്കാലം നീണ്ടുപോയാലുമെല്ലാം നാം പ്രയാസപ്പെടുന്നു. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിന് ഒരു ക്രമവും ചിട്ടയും അത്യാവശ്യമാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് സാധാരണ ഒരു കുഞ്ഞ് 9 മാസവും 10 ദിവസവും കിടക്കും. അള്ളാഹു കണക്കാക്കിയ സമയമാണത്, നിയമമാണത്. അതിലും നേരത്തെ കുഞ്ഞ് പുറത്തു വന്നാൽ അതിന്റെ ജീവിത അപകടത്തിലാവും. പുറത്തു വരാൻ വൈകിയാലോ ഓപ്പറേഷൻ നടത്തി പുറത്തെടുക്കേണ്ടി വരും. നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ സമയനിഷ്ഠയിലാണെന്ന് മനസ്സിലാക്കുക. പറഞ്ഞത് ബോധ്യപ്പെടാൻ ഇത് ധാരാളം മതിയാകും. തുടർന്ന് കുഞ്ഞിന്റെ വളർച്ചയ്ക്കുമുണ്ട് ഒരു ശരിയായ സമയക്രമം. 3 മാസം കഴിയുമ്പോൾ കമിഴ്ന്ന് കിടക്കുന്നു. 6 മാസമാകുമ്പോൾ ഇരിക്കുന്നു. 9 മാസത്തിൽ മുട്ടിൽ എഴുന്നു. 1 വർഷമാവുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു. ഇത് നമ്മുടെ വളർച്ചയുടെ ക്രമമാണ്. ഇത് തെറ്റിയാൽ നാം ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കേണ്ടി വരും. ശരിയായില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നാം വൈകല്യങ്ങൾ ഉള്ളവരായി മാറും. ആലോചിച്ച് നോക്കൂ. എത്ര കൃത്യമായ സമയക്രമവും ചിട്ടയുമാണ് സൃഷ്ടാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ചുറ്റുമുള്ള ജീവജാലങ്ങളെല്ലാം ഈ സമയക്രമം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. മരങ്ങൾ ഇലകൾ പൊഴിക്കുന്നതിന് സമയമുണ്ട്, പൂക്കുന്നതിനും വേറെ സമയമുണ്ട്. പാമ്പുകൾ തോൽ പൊഴിക്കുന്നത് പ്രത്യേക ഇടവേളകളിലാണ്. വൈകുന്നേരമാകുമ്പോൾ പക്ഷികൾ കൂട്ടത്തോടെ തിരിച്ച് പാർപ്പിടത്തിലേക്ക് പോകുന്നു. പ്രകൃതി പൊതുവെ ശാന്തമാകുന്നു. ചിട്ടയില്ലാതെ നമുക്ക് ജീവിതമില്ല. ഇതില്ലാതെ നമുക്ക് വിജയം സാധ്യമാവില്ല. പഠനവും പരീക്ഷയും റിസൾട്ടുമെല്ലാം ഓരോ സമയത്ത് ആശ്രയിച്ചിരിക്കുന്നു. സമയനിഷ്ഠ പാലിക്കുന്നവർക്ക് വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കുന്നു. വിദ്യാർത്ഥികൾ ഇത് ശരിക്കും ശീലമാക്കണം. സമയം നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കണം. അതിന്റെ വഴികൾ നമുക്ക് അടുത്ത പാഠങ്ങൾ മനസ്സിലാക്കാം. ഇനി നോക്കൂ, പ്രവർത്തനങ്ങൾ അതല്ലെങ്കിൽ ശീലങ്ങൾ. ഇനി ഇതിന്റെ വർക്കാണ് പറയുന്നത്. നാം ജീവിക്കുന്ന പരിസരത്തെ ജീവജാലങ്ങളെയും സസ്യലതാദികളെയും നിരീക്ഷിക്കുക. സമയവുമായി ബന്ധപ്പെട്ട ചാർട്ട് വിലയിരുത്തി പൂർണ്ണമാക്കുക. മരങ്ങൾ, തേനീച്ച, ആട്, പക്ഷികൾ, ചെടികൾ. സമയനിഷ്ഠ എങ്ങനെ പാലിക്കുന്നു? മരങ്ങളുടെ സമയനിഷ്ഠ ഇവിടെ ഉദാഹരണമായി കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തിട്ടുള്ളത്? സമയത്തിന് ഇല പൊഴിക്കുന്നു, പഴങ്ങൾ തരുന്നു. അതാണ് മരത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അതുപോലെ തേനീച്ചയെ കുറിച്ച് എന്താ എഴുതേണ്ടത്? തേനീച്ചയെ കുറിച്ച് നമുക്ക് എന്ത് എഴുതാം?
പൂക്കളിൽ നിന്ന് തേൻ ശേഖരിക്കാൻ ഇറങ്ങുന്നു. കൂട് നിർമ്മിക്കുകയും തേൻ സംഭരിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി ആടിനെ കുറിച്ചാണ്. മേയാൻ പോകുന്നു. നേരം വെളുക്കുമ്പോഴും വൈകുന്നേരങ്ങളിലും ശബ്ദമുണ്ടാക്കുന്നു. പക്ഷികൾ എന്താണ്? പുലർച്ചെ ഉണർന്ന് ഇര തേടാൻ പോകുന്നു. വൈകുന്നേരം ഇരുട്ടാകുന്നതിന് മുമ്പ് കൂട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. ഇനി ചെടികൾ രാവിലെ പൂക്കൾ വിരിയിക്കുന്നു. സൂര്യപ്രകാശത്തിനനുസരിച്ച് പ്രതികരിക്കുന്നു. ഇതാണ് കൊടുത്തതിന്റെ കൃത്യമായ സമയങ്ങൾ. ഇനി രണ്ടാമത്തെ വർക്ക് എന്താണ്? നിങ്ങളെ ജീവിതത്തിൽ സമയം ചിട്ടയായി ചെയ്തതും സമയം നഷ്ടപ്പെടുത്തിയതുമായ സന്ദർഭങ്ങൾ ഉണ്ടാവില്ലേ? പറയുക. ഇത് ഓരോരുത്തർക്കും വെവ്വേറെ വ്യത്യസ്തമായ ഉത്തരങ്ങൾ ഉണ്ടായിരിക്കാം. ആദ്യമായി എന്റെ ഏറ്റവും മികച്ചൊരു ദിവസത്തെക്കുറിച്ച് പറയാം. ഈ ഒരു സൂചന മാത്രമാണ് തരുന്നത്. ബാക്കി നിങ്ങളെ ചെയ്യേണ്ടത്. ഏതാ ചെയ്യേണ്ടത്? സമയം ഒട്ടും കളയാതെ കൃത്യസമയത്ത് എഴുന്നേറ്റ് പഠിച്ച് മദ്രസയിൽ പോയി എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്ത് വെച്ച ദിവസം എങ്ങനെയായിരുന്നു എന്ന് ഇവിടെ ചുരുക്കി എഴുതണം. എപ്പോഴാ എണീറ്റത്, എപ്പോഴാ പഠിച്ചത്, എപ്പോഴാ മദ്രസയിൽ പോയത്, എന്തൊക്കെയാണ് ഓരോ സമയത്തും ചെയ്ത്, ഉമ്മയെ സഹായിച്ചത് എപ്പോ. ഇങ്ങനെ സമയം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയത് മാത്രമാണ് ഫസ്റ്റ് കോളത്തിൽ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കോളത്തിൽ നല്ലൊരു സമയം നഷ്ടപ്പെടുത്തിയതിനാണ് എഴുതേണ്ടത്. ഹാവു വെറുതെ നഷ്ടപ്പെടുത്തിയ ദിവസം. എന്താണ് ചെയ്യേണ്ടത്? അലസത കാരണം വൈകി നിൽക്കുകയോ കൂടുതൽ സമയം ഫോൺ കാണുകയോ കളിക്കുകയോ ചെയ്തത് കൊണ്ട് പഠിക്കാനും മറ്റും സമയം കിട്ടാതെ വെറുതെ കളഞ്ഞൊരു ദിവസത്തെ കുറിച്ച് ഇവിടെ എഴുതണം. അലസത കൊണ്ട് ഞാൻ എന്തായി, ഇത്ര സമയത്താണ് എണീറ്റത്, കൂടുതൽ സമയം കണ്ടതുകൊണ്ട് എനിക്ക് പഠിക്കാനോ ഹോംവർക്ക് ചെയ്യാനോ കഴിഞ്ഞില്ല, ഇന്ന സമയത്തൊക്കെ കഴിഞ്ഞില്ല, ഇങ്ങനെ സമയം വെറുതെ ഞാൻ കളഞ്ഞു. അപ്പൊ എപ്പോഴാണ് അത് ചെയ്തത്, എന്താണ് ചെയ്യാൻ സമയം കളയാനുള്ള കാരണം എന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു കുറിപ്പ് എഴുതുക. അല്ലാഹു തആല നമ്മുടെ സമയം കൃത്യമായിട്ട് തന്നെ പാലിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.